മ്യൂസിക്കും സൗണ്ട്സും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന വേറൊരു ടൂളും കൂടെ പരിചയപ്പെടാം. അങ്ങനത്തെ ഒരുപാട് ടൂളുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഹായ് ഓൾ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് AI ടൂൾസുകളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് AI ടൂൾസ് പരിചയപ്പെടാം. അപ്പോൾ ക്രിയേറ്റീവ് AI ടൂൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു വീഡിയോ ടൂളും ഒരു സൗണ്ട് ജനറേഷൻ ടൂളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ InVideo എന്ന് പറയുന്ന ഒരു ടൂള്. അപ്പോൾ ബെസ്റ്റ് ഫോർ വീഡിയോ ക്രിയേഷനാണ്. അതായത് നമുക്ക് വീഡിയോസ് വളരെ ഈസി ആയിട്ടും എന്നാൽ പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അതായത് നിങ്ങളുടെ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഷോർട്സ്, അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോയിസും വിഷ്വലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോസ് ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ലൈവായിട്ട് എങ്ങനെ ചെയ്യാം എന്നൊന്ന് കാണാം. അപ്പോൾ InVideo എന്നാണ്. ഇതുപോലത്തെ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. ഞാൻ അതിലൊരെണ്ണം പിക്ക് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡെമോയിലോട്ട് പോവുകയാണ്. അപ്പോൾ InVideo എന്ന് ടൈപ്പ് ചെയ്യുക. InVideo AI എന്നാണ് ടൂളിൻ്റെ പേര്. അപ്പോൾ വീഡിയോ ജനറേറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത് വരും. ഇതിൻ്റെ പെയ്ഡും ഫ്രീയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ തന്നെ മതിയാവും ധാരാളം. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. വീഡിയോ ജനറേഷൻ ടൂൾ ആയതുകൊണ്ട് നമ്മുടെ ബർത്ത് ഇയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഏത് തരം വീഡിയോസാണോ ആദ്യം വേണ്ടത് അത് നമുക്കൊന്ന് ജസ്റ്റ് ഓപ്ഷൻസ് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെയും നമുക്ക് ഈ ഓപ്ഷൻസൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ലോഡിങ് ടൈമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ടൂളാണ്. ചില സമയത്തൊക്കെ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് പേഷ്യൻസ് വേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഒരു ഗ്രാവിറ്റിയെക്കുറിച്ച് കുട്ടികൾക്ക്, അതായത് ഒരു 5ാം ക്ലാസ് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ വേണം. ആ വീഡിയോ എനിക്ക് എന്താ ഒരു ഷോർട്ട് ഇൻസ്റ്റഗ്രാം, ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെല്ലാം ഇൻസ്റ്റഗ്രാം റീൽസും പിന്നെ ഫേസ്ബുക്കിൽ ഇതൊക്കെ കാണാൻ വളരെ വീഡിയോസൊക്കെ കാണാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണല്ലേ. എനിക്ക് അതുപോലത്തെ ഒരു വീഡിയോ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം ഗ്രാവിറ്റിയെക്കുറിച്ച്. അല്ലെങ്കിൽ എൻ്റെ ഈ ടോപ്പിക്കിന് ഇത്ര ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്കറിയാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ്, ഐ need to generate a Instagram മോഡ്. നമുക്ക് സ്പെല്ലിംഗ് ഒക്കെ പിന്നെ ശരിയാക്കാം. ഷോർട്ട് വീഡിയോ ടു എക്സ്പ്ലെയിൻ ഗ്രാവിറ്റി ടു എ 4th നമ്മൾ ഗ്രേഡ് സ്റ്റുഡൻ്റ് എന്ന് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് ഗ്രേഡ് സ്റ്റുഡൻസ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനൊരു ബേസിക് പ്രോംപ്റ്റ് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ താഴെ കുറേ ഓപ്ഷൻ ഉണ്ടല്ലേ, ക്രിയേറ്റ് ഷോർട്ട് വീഡിയോ, മേക്ക് എക്സ്പ്ലെയിനർ വീഡിയോ എന്നൊക്കെ. ഞാനിവിടെ പ്രോംപ്റ്റിൽ തന്നെ പറഞ്ഞു ഷോർട്ട് വീഡിയോ ആണെന്ന്. എന്നാലും ഞാനിവിടെ ഇത് കൊടുത്തു. അപ്പോൾ ഫാസ്റ്റ് പേസ്ഡ് വീഡിയോ ആണോ, അതായത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കണക്കത്തെ വീഡിയോ ആണോ, വെരി സ്ലോ ആണോ, പിന്നെ വീഡിയോയുടെ ഒരു സ്റ്റൈല് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് വെരി ഫാസ്റ്റ് ഒന്നും വേണ്ട, ഫാസ്റ്റ് എന്ന് ഞാനിവിടെ പറഞ്ഞു. വീഡിയോ ഫോർ ഞാൻ ഇൻസ്റ്റഗ്രാം റീല് പോലത്തെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ഗ്രാവിറ്റി ദ ഫോഴ്സ് എന്തെങ്കിലും, ഞാൻ ചുമ്മാ അത് കൊടുത്തതുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം എനിക്ക്, സബ്സ്റ്റൈറ്റ് വേണം, അങ്ങനെ സ്റ്റോക്ക് വീഡിയോസോ ഓൺലി സ്റ്റോക്ക് ഇമേജോ വീഡിയോ, ഇമേജും ജനറേറ്റ് ചെയ്ത് തരണം ഇതിനകത്തെല്ലാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വോയിസ് ആക്ടർ ഇതൊക്കെ പറഞ്ഞ പ്രിഫറൻസ് എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കാം. നമുക്ക് ക്വിക്കായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഉള്ളത് വെച്ച് ഒന്ന് പ്രൊസീഡ് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ സ്ക്രിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ജനറേറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഏത് പ്രോസസ്സിലൂടെയാണ് പോകുന്നതെന്ന്
ഒക്കെ കാണിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോംപ്റ്റ് ഇതാണ്: ക്രിയേറ്റ് എ ഫാസ്റ്റ് ഫേസ്ഡ് വീഡിയോ ഫോർ ഇൻസ്റ്റാഗ്രാം റീൽ അബൌട്ട് ഗ്രാവിറ്റി ദ ഫോഴ്സ് എന്ന് പറയുന്ന സെറ്റിംഗ് ആഡ് മൈ സബ്സ്ട്രേറ്റിൽ യൂസ് ഒൺലി ജനറേറ്റഡ് ഇമേജ്. അതായത് ഞാൻ അതെന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് ഇമേജിലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇത് വേറെ മീൻസ് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ്, വേറൊരാളുടെ മീൻസ് ഇതിലുള്ളതാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുതുതായിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ ഇതിൽ ആക്ച്വലി ബില്ലിൻ്റെ ആവശ്യമില്ല. ഞാൻ ആക്സിഡൻ്റലി ബില്ലിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ വീഡിയോസിലോട്ട് കയറാൻ പറ്റും. ഞാൻ ഏതോ ഓപ്ഷൻ കൊടുത്തതാണ് പിന്നെ ഈ പെയ്ഡിലോട്ട് പോയത്. അതായത് ഏതോ ഫീച്ചർ ഞാൻ എനേബിൾ ചെയ്തത് ഇതിൽ മാത്രമുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് 15 ഓക്കെ. അപ്പോൾ എനിക്ക് ബേസിക് പ്ലാൻ മതി. ഫ്രീ പ്ലാനിലോട്ട് ഞാൻ ചൂസ് ചെയ്ത് വിട്ടു. അപ്പോൾ ഇവിടെ എന്താണ്, എൻ്റെ വീഡിയോ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പ് വരെ ആ ഓപ്ഷൻ ഇല്ലായിരുന്നു, ബേസിക് ആയിരുന്നു ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് പേയ്മെൻറ്റിൻ്റെത് വന്നു. നമ്മളത് മാറ്റി എനിക്ക് പേയ്മെൻറ്റ് വേണ്ട, ഫ്രീ മതി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു സീൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ റെഡിയായ സീൻ അനലൈസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണോ നടക്കുന്നത് അത് പറയും. നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോട്ടിഫൈ വെൻ റെഡി എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ശരിയാവുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വീഡിയോ നടന്നുകൊണ്ടിരിക്കും, നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്താണ്, സീൻ റെഡി ആവുകയാണ്, ആ സ്ക്രീൻ അനലൈസ് ചെയ്യുകയാണ്. ഇപ്പം 19% ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ട് കിടക്കും. അപ്പോൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ ഇൻ്റർനെറ്റും പിന്നെ അവരുടെ സെർവറിൻ്റെ ബിസിയും ഒക്കെ പോലെ ഇരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് വരാറുണ്ട്. എന്നാലും നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും പോലും വേണ്ടില്ല. നമുക്കിങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എത്ര ടൈമും എഫോർട്ടും ആവശ്യമാണ് അല്ലേ. പക്ഷേ ഇത് സിമ്പിളായിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ സീൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. മുമ്പ് ടോപ്പിക്കായിരുന്നു, ഇപ്പോൾ സീൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടി നമുക്ക് അടുത്തൊരു ടൂളും കൂടെ നോക്കിയിട്ട് ഇതിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞത് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ടൂളാണ്. നമ്മൾ ഇനി അടുത്തത് മീൻസ് മ്യൂസിക്കും സൗണ്ട്സും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന വേറൊരു ടൂളും കൂടെ പരിചയപ്പെടാം. അങ്ങനത്തെ ഒരുപാട് ടൂളുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് സുനോ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത ടൂൾ നോക്കാം എന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ സുനോ AI എന്ന് പറയുന്നൊരു ടൂളുണ്ട്. സുനോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ട് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു റൈമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് മ്യൂസിക് കംപ്ലീറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാനിത് സൈൻ ഇൻ ചെയ്യുന്നു. ഞാൻ വേറൊരു ടാബിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്തതെടുക്കാം സമയം ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ സുനോ നമുക്ക് ലോഗിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ലാൻഡിംഗ് പേജിലോട്ട് നമ്മൾ എത്തും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ഈ ക്രിയേറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു പാട്ട് ഇവിടെ തന്നെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും മീൻസ് കണ്ടൻറ് ജനറേഷൻ ടൂൾ വഴിയോ അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു ലിറിക്സ് കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്താൽ അതിനെ നല്ലൊരു മ്യൂസിക്കാക്കി തരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ റൈംസ് ഒക്കെ നമുക്കറിയാമായിരിക്കുമല്ലോ. ആ പാട്ട്
അല്ലെങ്കിൽ ആ പോയം ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ സോങ് പോലെയോ അല്ലെങ്കിൽ ഒരു ആൽബം സോങ്ങിനെക്കാട്ടിയും ഭംഗിയായിട്ടോ ചിലപ്പോൾ അതുപോലെയൊക്കെ ആക്കി തരുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയം ChatGPT കൊണ്ടോ ഒക്കെ ഒന്ന് എഴുതിപ്പിക്കാം. ഞാൻ പറയുന്നു റൈറ്റ് എ പോയം ഫോർ തേർഡ് ഗ്രേഡ് സ്റ്റുഡൻറ്റ്. നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വൺസ് ഇതിൽ റെഡി ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് എ പോയം ഫോർ തേർഡ് ഗ്രേഡ് സ്റ്റുഡൻറ്റ് എബൌട്ട് എ ക്യൂട്ട് ക്യാറ്റ്. അപ്പോൾ എനിക്ക് ലിറിക്സ് എഴുതി തരാൻ ChatGPT തന്നെ ധാരാളം. അപ്പോൾ എ പ്ലേഫുൾ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് താണ്ട ഒരു ലിറിക്സ് തന്നു. ഈ പോയമാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ഒരു മ്യൂസിക്കാക്കി മാറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ എവിടം വരെ ആയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് HD ക്വാളിറ്റിയിൽ നമ്മുടെ വീഡിയോ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇതെങ്ങനെയാണെന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പ്രോംപ്റ്റ്, ആ പ്രോംപ്റ്റാണ് ഈ വീഡിയോ ആയി മാറിയേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് ഒന്ന് കേട്ട് നോക്കാം. It's more than just dropping your phone. This force runs the entire show. From falling apples to orbiting planets, gravity is the invisible glue of our world. Without it, life and even the Earth would fly apart. Wild, right? അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ 30 സെക്കൻഡ് 15 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അവന് മാക്സിമം ചെയ്യാൻ പറ്റി. നമുക്കിനി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോ നമുക്ക് മീൻസ് കൂടുതൽ സമയം വേണമെങ്കിൽ ആ ടൈം ആക്കാം. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നോക്കി നമുക്ക് പറ്റിയ വീഡിയോ ആണോ എന്നുള്ള ലെവലിൽ നമുക്ക് മീൻസ് ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രോംപ്റ്റും കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റിങ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 30 സെക്കൻഡ് വീഡിയോസും ഒക്കെ ഇത് ഫ്രീ ആണ്. നമ്മൾ എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ നമ്മുടെ സോങ്ങിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മളെന്താണ് ആ സോങ്ങിൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പോയം ChatGPT കൊണ്ട് എഴുതിച്ചു. ഈ പോയം നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഈ ലിറിക്സ് നമുക്ക് പാട്ടാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിനെ കോപ്പി ചെയ്ത് ഇതിലെ ലിറിക്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ടൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തു. ഇതിൻ്റെ ടൈറ്റിൽ നമ്മൾ ടൈറ്റിലിൻ്റെ സ്ഥലത്ത് നമുക്കിടാം. ഇനി സ്റ്റൈല് നമുക്ക് ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിൽ വേണം അല്ലേ, അല്ലെങ്കിൽ അപ്പ് ബീറ്റ്, അല്ലെങ്കിൽ ഒരു മലയാളം കവിതയുടെ സ്റ്റൈലിൽ വേണമെന്ന് പറയാം, അല്ലെങ്കിൽ മലയാളം സോങ് സ്റ്റൈലിൽ വേണമെന്ന് പറയാം. നമുക്കിപ്പോൾ ആദ്യം അപ്പ് ബീറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ സോങ് ജനറേറ്റ് ആവുകയാണ്. അപ്പോൾ 2 മോഡലാണ് നമുക്കിപ്പോൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്നു. ആ സമയത്ത് നമ്മുടെ ഇൻ വീഡിയോയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടത് നോക്കാം. നമുക്കൊരു ഫോട്ടോസിന്തസിസിൻ്റെ വീഡിയോയും കൂടെ വേണമെന്ന് പറയാം. ഷോർട്ട് വീഡിയോ ഇപ്പം നമുക്ക് ഫാസ്റ്റ് ഫേസ്ഡ് ആക്കാം. യൂട്യൂബ് ഷോർട്ട് മതി. അപ്പോൾ നമ്മുടെ സോങ് ഇവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ഇവരെല്ലാം പണി ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് കേൾക്കുന്നതെന്ന്.
അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ പിന്നെ അല്ലാതെ പാട്ടിൻ്റെ ട്യൂണ് ഇതെല്ലാം ഈ AI ചെയ്ത് തന്നു. നമുക്ക് ലിറിക്സ് എഴുതി തന്നു? ChatGPT. അപ്പോൾ 2 ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലൊരു പാട്ട് ആക്കി. ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് തന്നത്. നമ്മൾ അടുത്തൊന്ന് കേട്ട് നോക്കാം. She dreams at night of milk and fish. She hides inside a cardboard box and pops out quick surprise. One shot, she purrs a lot of happy song. With her the day feels bright and long. Her fur is soft, her eyes so bright. She comes up close when you. അപ്പോൾ നമ്മുടെ ഇനി ബോറൻ കവിത എന്ന് പറയണ്ട, എന്നാലും ബോറായിട്ടുള്ള കവിതകളൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മടിയുള്ളതൊക്കെ നല്ല പാട്ട് നമുക്കറിയാം. കുട്ടികൾക്ക് പാട്ട് ഒരു ഫിലിം സോങ് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കാൻ കുട്ടികൾക്ക് വളരെ എളുപ്പമാണ്. അതേ മറിച്ച് നമ്മളൊരു പോയം കൊടുത്താലോ സ്കൂളിൽ പഠിക്കേണ്ടതോ വലിയ മടിയല്ലേ. അപ്പോൾ നമ്മളിതൊക്കെ മാറ്റിയിട്ട് അതിന് നല്ലൊരു മീൻസ് സിനിമ അല്ലെങ്കിൽ ഫിലിം സോങ്ങിനെ വെല്ലുന്ന രീതിയിൽ ആക്കി കൊടുത്താൽ കുട്ടികൾ പഠിച്ചു പോകുമല്ലേ. അപ്പോൾ ഇങ്ങനത്തെയുള്ള ട്രിക്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സുനോ പോലത്തെ ഒരുപാട് 11 ലാബ്സ് അങ്ങനെ ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്, ഫ്രീ ടൂളുകൾ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്കവിടെ എവിടെ അപ്ലൈ ചെയ്യണോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കത് മലയാളത്തിലായിരുന്നെങ്കിലും ആ മലയാളത്തിൽ നമ്മുടെ അല്ലെങ്കിൽ ആ ലാംഗ്വേജിൽ തന്നെ അത് പാടി കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ലിമിറ്റില്ല നമ്മുടെ AI വെച്ചിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്കൊന്നും. അപ്പോൾ ചിലപ്പം AI വെച്ച് നമ്മൾ ചിലപ്പോൾ മലയാളം പറയുമ്പോൾ ചില മീൻസ് വാക്കുകളൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ ചിലപ്പം കുറച്ച് തെറ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടൂൾ വെച്ചും അല്ലെങ്കിൽ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സുനോയും നിങ്ങൾക്ക് ഫണ്ണായിട്ടും അല്ലാതെ ആവശ്യത്തിന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് മോഡൽസുകൾ പറയാം മലയാളം. പിന്നെ ആക്ടേഴ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മീൻസ് ആക്ടേഴ്സിൻ്റെ അല്ല സിംഗേഴ്സിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ മുമ്പ് അതുപോലെ ആക്കി തരുമായിരുന്നു. ഇപ്പോൾ അത് അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരുടെ റെഫറൻസ് കൊടുക്കാൻ പറ്റും. ആ റെഫറൻസിനനുസരിച്ച് അതുപോലെ ഇപ്പോൾ AR റഹ്മാൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആക്കിത്തരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ടൂളാണ് നോക്കിയത്. ഒന്ന് ക്രിയേറ്റീവ് ടൂളിൻ്റെ കൂടെ ഇൻവീഡിയോയുടെ ടൂളും സുനോ. അപ്പോൾ ഇത് 1-2 ടൂളിൽ നിൽക്കുന്നതല്ല, നമുക്ക് എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ചുള്ള ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഫ്രീയും പെയ്ഡുമായിട്ട് ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ അടുത്ത നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നൊരു ടൂളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.